ഒരിടത്തൊരിടത്ത് ഒത്തിരി പണ്ട് അങ്ങ് ദൂരെയുള്ളൊരു കുഞ്ഞു ഗ്രാമത്തില് ഒരു അനാഥ ബാലൻ താമസിച്ചിരുന്നു. എല്ലാ രാത്രിയിലും ഗ്രാമത്തിലെ പുഴക്കടവിൽ വിശന്ന് വലഞ്ഞ് അവിടെയുള്ള നീണ്ട വാഗമരക്കൊമ്പിലേറി നിലാവ് നോക്കി അവനങ്ങനെ ഇരിക്കും. അങ്ങക്കരെയുള്ള അവന്റെ കൂട്ടുകാരൻ ഭക്ഷണവുമായി വരുന്നതും നോക്കി. ആരമ്മേ കൂട്ടുകാരൻ? നമ്മുടെ ഈശോ. ആ കാട്ടില് വലിയൊരു തോട്ടമുണ്ട്, ഏതൻ തോട്ടം. രാത്രിയായാൽ തോട്ടം പൂട്ടി ഈശോ അവനെ കാണാൻ വരും. വയറു നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവരങ്ങ് അപ്പുറത്തുള്ള കടൽ തീരത്ത് നടക്കാൻ പോകും. മോനെപ്പോലെ ഈശോയെ ഇഷ്ടമുള്ള കുട്ടികളുടെ കൈ പിടിച്ച് ഈശോ നടക്കും, ഒരിക്കലും കൈവിടാതെ. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. ഇതിൽ അപ്പർ ക്ലാസ് പൈസയുണ്ട് എന്നും കാണിക്കാം. ആൻഡ് ലോവർ ക്ലാസ് പൈസയില്ല, ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത പോലെ ജീവിക്കും. പക്ഷേ മിഡിൽ ക്ലാസ് പൈസയില്ല എന്ന സത്യവും അതില്ല എന്ന് കാണിക്കാൻ പറ്റാത്ത അഭിമാനത്തിൻ്റെ ഭാരവുമേറി ജീവിക്കുന്ന ഒരു സ്ട്രെസ്ഡ് യൂണിവേഴ്സ്. അൺഫോർച്ചുനേറ്റ്ലി ഐ എം ബോൺ ഹിയർ. പോയറ്റിക്കലി സേസ്, എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചന്ദ്രന്മാരെ നോക്കി നിൽക്കുന്ന പൂക്കൾ, മതിമുഖ മലർകൾ. ഞാൻ പ്രബുൽ മത്തായി. UK ഒരു മലയാളി കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ പോയത് പിന്നെ അച്ഛനായിരുന്നു എൻ്റെ ധൈര്യം. പക്ഷേ എടാ, അപ്പയ്ക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ലടാ. വീട് മിക്കപ്പോഴും ബാങ്കുകാരും ഉണ്ടാവും. ഞാൻ മടുത്തടാ. പതിയെ പിന്നെ എങ്ങോട്ടെങ്കിലും മാറി എന്താണെന്ന് തോന്നുന്നു. അങ്ങനെയിരിക്കെ ആ ബാലന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം നടന്നു. തന്റെ വിഷമം തീർക്കാൻ പറ്റുന്ന കൂട്ടുകാരനെ അറിയിക്കാൻ അവൻ ആ കടൽ തീരത്ത് കാത്തു നിന്നു. ഹലോ, നീ എന്നാടാ ഫോൺ എടുക്കാതെ? ചേട്ടാ കണ്ടില്ലായിരുന്നു. നിന്റെ അപ്പൻ എന്തിടാ? പലിശയ്ക്ക് പൈസ എടുത്തിട്ട് മുങ്ങിയിട്ട്. ചേട്ടാ കുറച്ച് ടൈറ്റാണ്. എടാ ചെറുക്കാ, നീ UK ഉണ്ടാക്കാനാന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ എന്നോട് മേടിച്ചു. നിന്റെ അപ്പൻ ബിസിനസ് ചെയ്യാനാന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ. ഇതെന്ന് തിരിച്ചു തരും? ഒരു മാസത്തിനുള്ളിൽ എൻ്റെ പലിശയും മുതലും തന്നില്ലെങ്കിൽ അപ്പ കാണാം. കഷ്ടായി പോയല്ലോ. എന്നിട്ട് ആ ബാലൻ എന്ത് ചെയ്തമ്മ? പക്ഷേ ഒരുപാട് കാത്തിരുന്നിട്ടും അവന്റെ കൂട്ടുകാരൻ ആ വഴി വന്നില്ല. അവൻ ആകെ വിഷമായി. തൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും തന്നെ രക്ഷിക്കാൻ കഴിവുള്ള തൻ്റെ കൂട്ടുകാരൻ വന്നോ എന്നറിയാൻ അവൻ തിരിഞ്ഞു നോക്കി. പാവം കുട്ടി. അവൻ്റെ 2 കാൽപ്പാടല്ലാതെ അവനൊന്നും കണ്ടില്ല. അവൻ സങ്കടപ്പെട്ട് തളർന്ന് ഒരു മരത്തണലിലിരുന്നു. എന്നാലും എൻ്റെ ഈശോയെ, എന്നാ പരിപാടിയെ കാണിച്ച്? ഒരു വിഷമം വന്നപ്പോ പറ്റിച്ചിട്ട് പോയല്ലോ. ആണ്ടടാ, അപ്പൊ പുറകീന്നൊരു വിളി. അവൻ തിരിഞ്ഞു നോക്കി. അപ്പൊ ദാ നിൽക്കുന്നു നമ്മുടെ ഈശോ, ക്ഷീണിച്ച് അവശനായിട്ട്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കൊരു സങ്കടം വന്നപ്പോ ഇട്ടിട്ട് പോയില്ലേ? ഇല്ലടാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ കണ്ടില്ലേ? ഒന്നും പറയണ്ട, ഞാൻ തിരിഞ്ഞു നോക്കിയിരുന്നു. എൻ്റെ കാൽപ്പാട് മാത്രം. ഡാ മോനെ, അത് നിന്റെ അല്ലടാ, എൻ്റെ കാൽപ്പാടായിരുന്നടാ. നിന്റെ പ്രശ്നം വന്നപ്പോ ഞാൻ നിന്നെ എടുത്തോണ്ട് നടക്കുമായിരുന്നു.